ഹലോ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കൊരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയുടെ വീഡിയോ നോക്കാം. ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 2 കഷ്ണം പട്ട, 3 ബേ ലീഫ്, 6-7 ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസിലുള്ള സവാള കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറം ലൈറ്റായിട്ടൊന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ വെള്ളം അല്പം കുറവായതുകൊണ്ട് ഞാൻ അല്പം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കസൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ ഒരു ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇഡ്ഡലി, ദോശ, നൂൽപുട്ട് ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ടും അടിപൊളിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.